അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അൻ ഉമ്മിൽ മുഅ്മിനീന ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത് മാ മിൻ സാഅത്തിൻ തമറു ബി ഇബ്നി ആദം ലാ യദ്കുരില്ലാഹ ഫീഹാ ഇല്ലാ തഹസ്സറ അലൈഹാ യൗമൽ ഖിയാമ. മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഓരോ നിമിഷങ്ങളും ഓരോ മണിക്കൂറുകളും ആ സമയങ്ങളിലൊന്നും അള്ളാഹുവിനെ ഓർക്കുകയോ സ്മരിക്കുകയോ ചെയ്തിട്ടില്ല എങ്കിൽ അത് നാളെ പരലോകത്ത് ഖേദത്തിനും ദുഃഖത്തിനും കാരണമായി തീരും. പ്രിയമുള്ളവരെ, മനുഷ്യൻ്റെ ജീവിതം വളരെ ഹ്രസ്വമാണ്. ലോകാവസാനത്തോടടുക്കുമ്പോൾ മനുഷ്യൻ്റെ ആയുസ് 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണെന്ന് പോലും പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് മനുഷ്യൻ കുഴഞ്ഞു വീണ് മരിക്കുന്നു, പെട്ടെന്ന് മരിക്കുന്നു. 40-ൻ്റെയും 70-ൻ്റെയും ഇടയിലുള്ള ആളുകളുടെ പെട്ടെന്നുള്ള മരണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ആയുസ് കുറഞ്ഞു വരുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഓരോ മിനിറ്റുകൾക്കും ഓരോ മണിക്കൂറുകൾക്കും വിലമതിക്കാൻ പറ്റാത്ത അത്രയും വിലയുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. നമ്മുടെ കയ്യിൽ നിന്ന് 1000-മോ 10,000-മോ ലക്ഷമോ നഷ്ടപ്പെട്ടു പോയി. ഒരു പക്ഷെ അന്വേഷിച്ചാൽ കിട്ടും, കേസ് കൊടുത്താൽ കിട്ടും, അല്ലെങ്കിൽ അതിന് പകരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും 1-2 സെക്കൻഡ് നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ എത്ര കോടി കൊടുത്താലും അത് മടക്കിയെടുക്കാൻ കഴിയില്ല, അതിന് പകരം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയില്ല. ഇന്നത്തെ ഈ ദിവസം, ഇപ്പോൾ ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന നിമിഷം, അത് ഖിയാമത്ത് നാൾ വരെ മടങ്ങി വരികയില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഓരോ സെക്കൻഡുകൾക്കും മിനിറ്റുകൾക്കും മണിക്കൂറുകൾക്കും ദിവസങ്ങൾക്കും മാസങ്ങൾക്കും ആഴ്ചകൾക്കും ഓരോ വർഷങ്ങൾക്കും വിലയുണ്ട്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചുരുക്കി നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും തീർന്നു പോയതാണ് കൂടുതൽ, ഇനി വരാനിരിക്കുന്നത് വളരെ കുറവാണ്. എന്നിട്ട് പോലും മനുഷ്യൻ ചിന്തിക്കുന്നേയില്ല. മറ്റുള്ളവരെ കുറ്റം പറയാനും ആക്ഷേപിക്കാനും പരിഹസിക്കാനും മറ്റുള്ളവരുടെ ആത്മാഭിമാനത്തെ അതിന് ക്ഷതം വരുത്തുവാനും വഴക്കടിക്കാനും വഞ്ചനയും ചതിയും നടത്താനും രാഷ്ട്രീയത്തിന് വേണ്ടി ഏത് തോന്നിവാസങ്ങൾ ചെയ്യാനും മനുഷ്യൻ സമയം കണ്ടെത്തുന്നു. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും നന്മയ്ക്ക് വേണ്ടി, ഗുണത്തിനു വേണ്ടി, സ്വന്തം ഉപകാരത്തിനും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഉപകാരത്തിനു വേണ്ടി നാം ഉപയോഗപ്പെടുത്തുന്നവരായിത്തീരണം. നമ്മുടെ ജീവിതത്തിൽ എത്രയോ സമയങ്ങൾ നാം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അനാവശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, അനാവശ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു, അനാവശ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമുക്കൊരു ഖേദവുമില്ല, അതിലൊരു സങ്കടവുമില്ല. കഴിഞ്ഞ ദിവസത്തെക്കുറിച്ച് നാം ചിന്തിക്കുക, എന്ത് നേട്ടമാണ് ഉണ്ടാക്കിയത്? കഴിഞ്ഞ ദിവസം കുടുംബത്തിന് വേണ്ടി, സ്വന്തത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി എന്ത് ഗുണമാണ് നാം ഉണ്ടാക്കിയെടുത്തത്? ഓരോരുത്തരും ചിന്തിക്കുക. ഇന്നത്തെ ഈ താലീമ് കേൾക്കുമ്പോൾ ഇനിയുള്ള നാളുകളിൽ നഷ്ടപ്പെടുത്തി കളയുന്ന നിമിഷങ്ങളെ ഓർത്ത് നാം ഖേദിക്കേണ്ടി വരും, ദുഃഖിക്കേണ്ടി വരുന്നവരാകണം. മഹാന്മാരായ മഹത്തുക്കൾ 50, 60, 65 കൊല്ലമേ ജീവിച്ചിട്ടുള്ളൂ. പക്ഷെ അവർ 100 ഗ്രന്ഥങ്ങൾ എഴുതി. ആയിരക്കണക്കിന് പേജുകൾ വരുന്ന 100 കണക്കിന് ഗ്രന്ഥങ്ങൾ അവരെഴുതി. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പോലെ, ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പോലെ പിൽക്കാലഘട്ടത്ത് വന്ന മഹാന്മാർ എത്രയോ കിതാബുകളും ഗ്രന്ഥങ്ങളും എഴുതി. അതോ ഓരോ ഗ്രന്ഥങ്ങൾക്കും 800, 700, 600 പേജുകളുണ്ട്. പക്ഷെ നമ്മുടെ ഈ ആയുസ്സിൻ്റെ ഇടയിൽ ഒരു ഗ്രന്ഥം നമുക്ക് വായിച്ചു തീർക്കാൻ പറ്റിയിട്ടുണ്ടോ? ഒരു ഗ്രന്ഥം എഴുതണമെങ്കിൽ 100 കണക്കിന് കിതാബുകൾ വായിക്കണം, ഗ്രന്ഥങ്ങൾ വായിക്കണം, എന്നാലേ ഒരു ഗ്രന്ഥം എഴുതാൻ പറ്റൂ. അങ്ങനെ 100 കണക്കിന് ഗ്രന്ഥങ്ങൾ അവർക്ക് എഴുതണമെങ്കിൽ 10,000-കണക്കിന് ഗ്രന്ഥങ്ങൾ അവർ വായിച്ചിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് ജീവിതത്തിൽ ഒരു പുസ്തകം വായിച്ചു തീർക്കാൻ പറ്റിയിട്ടുണ്ടോ? ഒരു 60 പേജുള്ള ഒരു പുസ്തകം കൊടുത്താൽ, ഒരു 40 പേജുള്ള പുസ്തകം കൊടുത്താൽ, എനിക്ക് വായിക്കാൻ നേരമൊന്നുമില്ല, തന്നേക്ക് എന്ന് പറയും.
പക്ഷെ നമുക്ക് കാണാൻ ഒരുപാട് നേരമുണ്ട്. യൂട്യൂബിലൂടെ, ഫേസ്ബുക്കിലൂടെ, വാട്സപ്പിലൂടെ. അതിലൂടെ കള്ളപ്രചരണങ്ങൾ നടത്താനും നമുക്ക് സമയം കണ്ടെത്താം. പക്ഷേ നന്മയ്ക്ക് വേണ്ടി നമുക്ക് സമയമില്ല. അതുകൊണ്ട് ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്ന ഓരോ നിമിഷങ്ങൾക്കും വിലയുണ്ട്. അതിൻ്റെ പേരിൽ ഖേദിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നമുക്ക് പരലോകത്തുണ്ടാവരുത്. അതുകൊണ്ട് പടച്ചവന് വേണ്ടി ഓരോ നിമിഷങ്ങൾ ഉപയോഗിക്കുക, സൃഷ്ടാവിന് വേണ്ടി ഓരോ സെക്കൻഡുകൾ ഉപയോഗിക്കുക, സൃഷ്ടാവിനെ സ്മരിക്കുന്ന ഓർക്കുന്ന നിമിഷങ്ങളാക്കി മാറ്റുക. അള്ളാഹു ഈ കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.